എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഒക്കെ അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ച കാണാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങളാണ്. ഗോവിന്ദിന്റെ പിറന്നാളാഘോഷം അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രഞ്ജു അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച പ്രൊമോ വിശേഷത്തിൽ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഗീതും രഞ്ജുവും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. രഞ്ജു വന്ന് ഒട്ടും ഗീതുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അജാസ് പറഞ്ഞ സത്യങ്ങളൊക്കെ ഗോവിന്ദ് അറിയുവാണ്. ഗീതു തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം തെളിയിക്കണം, അതിനു വേണ്ടിയിട്ട് അവള് സ്വയം ഇല്ലാതാകാൻ വരെ ശ്രമിക്കുന്നുണ്ട്. തന്റെ ജീവൻ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും കണ്ണേട്ടന്റെ ജീവിതം രക്ഷിക്കാനായിട്ടാണ് അവൾ ഈ പാടുപെടുന്നതെന്നുള്ള സത്യം അജാസ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് ശരിക്കും അമ്പരന്ന് പോവാണ്. ഗോവിന്ദ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു. പിന്നീട് ഗോവിന്ദ് നന്നായിട്ട് മദ്യവെച്ച് വീട്ടിലേക്ക് കയറി വരുന്നത്. ഈ സമയത്ത് ഗീതു എന്ത് ചെയ്യണം, പിറ്റേ ദിവസം വിഷുവിനെ കുറിച്ചുള്ള ഓരോ ചിന്തകളൊക്കെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. താനും കണ്ണേട്ടനും കൂടെ സത്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാരും വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ, എല്ലാരും അറിഞ്ഞായിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിക്കണ്ട, എല്ലാം തകർന്നു പോയി. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒത്തിരി രാത്രിയായിട്ടും ഗോവിന്ദിനെ കാണാതെ വന്നപ്പോൾ ഗീതു പോയി കിടക്കുവാണ്. അങ്ങനെ കുറെ സമയം രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദ് വരുന്നത്. നല്ല ഫിറ്റായിട്ടാണ് ഗോവിന്ദ് വരുന്നത്. ഗോവിന്ദ് വന്നതിന് ശേഷം എന്നാ നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഗീതു തല വഴി പുതപ്പിട്ട് മൂടി കിടക്കുന്നുണ്ട്. ഗോവിന്ദിന് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് ഗീതുവിന്റെ അരിയിൽ ഇരിക്കുന്നുണ്ട്. ഗീതുവിന്റെ അരിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗോവിന്ദ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഉള്ളിലെ വേദനകളും വിഷമങ്ങളും എല്ലാം ഇത്രയും നാളും ഗീതുവിന്റെ ആ സ്നേഹം കാണാൻ പറ്റിയിരുന്നില്ല ഗോവിന്ദ് വിചാരിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം അവളുടെ ഒരു കപട നാടകമായിരുന്നു എന്നായിരുന്നു, രാധികാമ്മനെ പറ്റിക്കാനായിട്ട്. അപ്പം ഗീതു ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഗോവിന്ദ് പറയാം, ഞാൻ മനസ്സിലാക്കില്ല നിന്റെ പ്രണയം എത്രമാത്രം ഉണ്ടെന്ന്. നീ നിന്റെ ജീവൻ കൊടുത്ത് എന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെയാണ്. അതിപ്പോഴെന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി നാളെയാണെങ്കിലും അത് കുറഞ്ഞു പോകത്തില്ല. ആരെക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിനിപ്പോ നിനക്ക് എന്ത് തന്നാലും എനിക്ക് മതിയാവില്ല. എന്റെ ജീവൻ വേണേ നിനക്ക് ഞാൻ തരും, എന്നാലും അതിന് പകരാവില്ല എന്നൊക്കെ പറയാണ്. ഗോവിന്ദിനെ ഫോഴ്സായിട്ടാ പറഞ്ഞെങ്കിലും ഗീതുവിന് മനസ്സിലായി ഗോവിന്ദിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഗീതു ഇങ്ങനെ പുതപ്പിനുള്ളിൽ തല വെച്ച് പതുക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗീതുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യണം, ഗീതു ഒരുങ്ങി വന്നു കഴിയുമ്പത്തേനും ഗീതിന്റെ അടുത്ത് ചുമ്മാ റോസപ്പും ഒക്കെ ആയിട്ട് ഗോവിന്ദ് ചെല്ലുന്നുണ്ട്. ഗീതുവിന് മനസ്സിലായി കണ്ണേട്ടൻ പഴയ പോലെയല്ല, കണ്ണേട്ടൻ എന്തോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വൈകുന്നേരം ബാറിൽ പോകുന്നോടം വരെ ഗോവിന്ദ് പറഞ്ഞുകൊണ്ടിരുന്നേ നിനക്ക് മാനസികമായിട്ട് എന്തോ വിഭ്രാന്തി ഉണ്ട്, നമുക്കൊരു സൈക്കാട്ടിനെ കാണണമെന്നൊക്കെയാ. പക്ഷെ ബാറിൽ പോയിട്ട് വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായേക്കുന്നത്. അപ്പൊ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഗോവിന്ദെന്ന് മനസ്സിലായി. പിന്നീട് ഗീതു ആ സത്യം തിരിച്ചറിയുക, കണ്ണേട്ടൻ തന്നെ പ്രണയം മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്ന അടിപൊളി ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗോവിന്ദിന്റെ പിറന്നാൾ വരുവാണ്. അപ്പൊ ആ പിറന്നാൾ അങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തന്നെ ഗീതു തീരുമാനിച്ചു. അപ്പൊ ഈയിടെയായിട്ട് അവർ രണ്ടുപേരും നല്ല ടേംസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെ ഗോവിന്ദൻ ആ ഒരു ദേഷ്യമൊന്നും ഇല്ല ഗീതുവിനോട്. ഗീതുവിനെ കാണുമ്പോൾ ഒരടുപ്പം ഒക്കെ തോന്നുന്നുണ്ട്. രണ്ടുപേർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് പിറന്നാളാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഗീതു എന്ത് ചെയ്യുവാണ്, രേഖേനെയും കാഞ്ചനെയും എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഈ പിറന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കണം. അതോടൊപ്പം തന്നെ ഗീതുവിന്റെ ഉള്ളിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ പിറന്നാളിന് ആദ്യം വിഷ് ചെയ്യേണ്ട താനായിരിക്കണം കണ്ണേട്ടനെ. ഇതുവരെയായിട്ടും ഇങ്ങനെയൊന്നും വിഷ് ചെയ്തിട്ടില്ല. മുമ്പൊക്കെ കിഷോറിന്റെ പിറന്നാളിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കായിരുന്നു 12 മണിയാവാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ണേട്ടന്റെ പിറന്നാളിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണേട്ടന്റെ പിറന്നാളിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഗീതു വല്ല സെറ്റപ്പുകളെല്ലാം നടത്തുവാണ്. കേക്കും എല്ലാം ഓർഡർ ചെയ്ത് ഫുൾ സെറ്റപ്പ് നടത്തുക. പക്ഷെ അപ്പോഴും ഗീതുവിന്റെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ ആ പെണ്ണ് കഴിഞ്ഞ ദിവസം കണ്ണേട്ടനെ കാണാൻ കയറി വന്ന പെണ്ണുണ്ടല്ലോ, അവളെങ്ങാനും കയറി വരുവോ, അവളെങ്ങാനും കയറി വന്നെങ്ങാനും കുളമാക്കിയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. ആ ഒരു ചിന്ത ഗീതുവിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വന്ന് എന്ത് ചെയ്യും, അവൾ ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. അത് ഗോവിന്ദന്റെ പെങ്ങളാന്നുള്ള സത്യമൊന്നും ഗീതുവിന് അറിയത്തില്ല. ഒരുപക്ഷെ കാമുകയായിരിക്കും, അല്ലെങ്കിൽ ഇത്രമാത്രം അടുപ്പത്തോടെ വന്ന് സംസാരിക്കത്തില്ലോ. ആ ഒരു ചിന്തയൊക്കെ ഗീതുവിന്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ പിറന്നാൾ ദിനം എത്തി. പക്ഷെ ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ട് ഗീതു ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രഞ്ജു വരുവാണ്. രഞ്ജു വന്നിട്ട് ഗോവിന്ദനോടൊപ്പം പിറന്നാൾ ആഘോഷിക്കണം. അവർ രണ്ടും കൂടെ ഒരുമിച്ച് നിന്ന് കേക്ക് കട്ട് ചെയ്യുവാണ്. ഇത് കണ്ടപ്പോൾ ഗീതുവിന് സഹിക്കാൻ പറ്റിയില്ല. ഗീതുവിന് വല്ലാത്ത വിഷമമായിപ്പോയി. ഗീതു എന്ത് ചെയ്യുക, സങ്കടത്തോടെ മാറിപ്പോയി നിൽക്കുക, പിറന്നാൾ പോലും വിഷ് ചെയ്യാതെ. തനിക്ക് ആദ്യം വിഷ് ചെയ്യണം എന്നൊരു ചിന്തയായിരുന്നു ഗീതുവിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയം ഗോവിന്ദ് ഓർക്കുന്നുണ്ട്, അവൾക്ക് തന്നോട് പ്രണയമില്ലെങ്കിൽ പിന്നെ എന്തിനാ രഞ്ജു വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം മാറിയത്, അവൾ എന്തുകൊണ്ടാ പിണങ്ങി മാറി നിൽക്കുന്നത്. ശരിക്കും ഗീതുവിന് ഇപ്പൊ ഗോവിന്ദൻ പറഞ്ഞ തന്റെ ജീവന, തന്റെ ഒരു
ഭാഗമായിട്ട് ഗോവിന്ദ് മാറിയിരിക്കുമെന്ന് ഗീതു തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആരെക്കാളും മുമ്പേ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യണമെന്ന് ഗീതു തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാധികാമ്മയും വരുണും കൂടെ കിഷോറിന്റെ കയ്യിൽ നിന്ന് ആ തെളിവുകളൊക്കെ മേടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കിഷോർ ആനാ മോന്, അവൻ എന്ത് ചെയ്യുവാണ്, അവൻ അതിന്റെ ഒരു കോപ്പി മാത്രം ഡിലീറ്റ് ചെയ്ത് കളയുള്ളൂ. പക്ഷെ ബാക്കി ഒറിജിനൽ മൊത്തം അവൻ സൂക്ഷിച്ചു വെക്കും. അവനറിയാം ഈ തെളിവുകൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ അവരെ കീഴടക്കാൻ, രാധികാമ്മേനെ വരുണിനെ കീഴടക്കാൻ പറ്റുകയെന്നറിയാം. ആ രാധികാമ്മയുടെ വരുണിന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ അവൻ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഈ തെളിവുകൾ പോയെന്നുള്ള സന്തോഷത്തിലാണ് രാധികാമ്മയും വരുൺ വരുന്നത്. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കിഷോർ അവനെ ഫോൺ ചെയ്യുന്നുണ്ട്. അവരെ ഫോൺ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കിഷോർ. അപ്പൊ ഇനിയിപ്പോ കിഷോർ പറയുന്ന അനുസരിക്കാതിരിക്കാൻ അവർക്ക് വഴിയില്ല. എന്തേലും അനുസരിക്കാതിരിക്കും, എന്തേലും ചെയ്തിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. ഇനിയിപ്പം കിഷോർ പതുക്കെ അങ്ങ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഇനിയിപ്പോ കിഷോറിനെ ഇല്ലാതാക്കാനുള്ള അടുത്ത ശ്രമങ്ങൾ ഇനിയിപ്പം വരുണും രാധികാമ്മയും കൂടെ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്താണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഗോവിന്ദനെയും ഗീതനെയും കുറെ പ്രണയരംഗങ്ങളായിരിക്കും. ഇത്രയും കാലത്തെ പോലെയല്ല. ഇത്രയും നാളെ നമ്മൾ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു. അവരിങ്ങനെ ഗീതു സ്വപ്നം കാണുമായിരുന്നു, ഗോവിന്ദ് തന്റെ അടുത്ത് വരുന്നു കെട്ടിപ്പിടിക്കുന്നതൊക്കെ. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇവരിനി അവർ ഒറിജിനലായിട്ട് ഗോവിന്ദും ഗീതും കൂടെ അങ്ങോട്ട് പ്രണയിക്കാൻ തുടങ്ങുവാണ്. ഗോവിന്ദനെ രക്ഷിക്കാനായിട്ട് ഗീതു ഏതറ്റം വരെ പോകുന്നു ഗോവിന്ദന് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു ഗീതുവിനെ തള്ളിക്കളയാനായിട്ട് ഇനി ഗോവിന്ദന് ഒരു കാരണവശാലും പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗീതു ഇനിയിപ്പോ ബാക്കി തെളിവുകളൊക്കെ കണ്ടെത്തും. എല്ലാം ഗോവിന്ദന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. രാധികാമ്മയുടെ വരുണിനെ പുറത്താക്കും. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ഗീതു അറിയാൻ പോകുന്ന രഞ്ജു ആരാന്നുള്ള ആ ഒരു വിവരമാണ്. ഗോവിന്ദ് ഉറപ്പായിട്ടും പറയും രഞ്ജു തന്റെ ആരാണ്. അത് അറിഞ്ഞു കഴിയുമ്പോൾ ഗീതുവിന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറും. അപ്പൊ ഇത്ര ദിവസം ഗീതുവിന്റെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റാൻ പോവാണ്. പിറന്നാൾ ദിനത്തിലാണ് അതെല്ലാം സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.